ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ടൈറ്റിൽ കണ്ട പോലെ ഒരു സോളോ ഡേറ്റ് ഡേ ആണ്. സോളോ ഡേറ്റ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലൊന്നും വിചാരിക്കണം, ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പെട്ടെന്ന് അവർക്ക് വേറെ പ്ലാൻ വന്നത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എനിക്ക് എന്തായാലും ക്രേവിങ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഹോസ്റ്റലിൽ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പം ഞാൻ റെഡി വന്നതേ ഉള്ളൂ, പക്ഷേ ഇവിടെയൊക്കെ വേറെ തൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും ചൂടാണ് കേട്ടോ. നമുക്ക് ഫാൻ ഇടാതെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് അവസ്ഥ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ മഴ വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, പുതിയ ഡ്രസ്സാണ്. ഇതാകെ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ, പക്ഷേ അധികം ഞാൻ ഇടാറില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയൊക്കെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയ പോലെ തോന്നിയിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം ലെങ്ത്ത് മാക്സിമം കുറക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് സ്ക്രോൾ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അതൊരു റെസ്റ്റോറൻ്റ് അല്ല, ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു ഹബ്ബ് പോലെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഏത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പം നൈറ്റ് ഇവിടെ ഓൾറെഡി ഫുഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഭയങ്കര കാര്യമായിട്ടൊന്നും കഴിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചെറിയ എന്തെങ്കിലും കഴിക്കണം, സ്നാക്സ് പോലത്തെ ചാറ്റ് ഐറ്റംസ് പോലത്തത് കഴിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് കാണാം. ഇതാണ് ഗൈസ് എൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ എൻ്റെ ഹോസ്റ്റൽ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലെ 3rd ഫ്ലോറിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. എൻ്റെ റൂം അവിടെയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓണറിൻ്റെ വീട്. ഓക്കെ, ഇതിലെയാണ് പോകേണ്ടത്. ശരിക്കും 10-15 മിനിറ്റ് ഉണ്ട് കേട്ടോ ഇവിടത്തേക്ക് പോകാൻ. അപ്പോൾ നടന്നു പോകണമല്ല ഓട്ടോയിൽ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്റ്റോപ്പ് അപ്പുറത്താണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. തൊട്ടപ്പുറത്തല്ല, കുറച്ചും കൂടി നടന്നു പോകാനുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വീക്കെൻഡ് ആണല്ലോ. അങ്ങനെ നടന്ന് ഞാൻ അവിടേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫുഡ് കോർട്ട്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എന്തായാലും തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പാർക്കിങ്ങൊക്കെ കുറച്ച് പേര് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉപ്പിലിട്ടിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് കേട്ടോ. ക്യാരറ്റ്, പൈനാപ്പിൾ അതുപോലത്തെ സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഫുഡ് കോർട്ട്സ് ഉണ്ട് കേട്ടോ. അതായത് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെയൊക്കെ ചെറിയ ഫുഡ് കോർട്ട്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫുഡാണോ ഇഷ്ടമുള്ളത് അത് നമുക്ക് നോക്കി വാങ്ങാം. അവിടെ ചെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മളൊരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ. ചിലപ്പോൾ വെജ് വേണ്ടുന്നവരുണ്ടാവും, നോൺ വെജ് വേണ്ടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എങ്ങനത്തെ ഫുഡ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഫുഡാണോ ആവശ്യമുള്ളത് ആ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധനം കിട്ടും കേട്ടോ. ചില ഫുഡ് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ വൈബ്രേറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വൈബ്രേറ്റർ നമ്മളെ എത്തും. സാധനം കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വൈബ്രേറ്ററിൽ വൈബ്രേഷൻ ഉണ്ടാവും. ഞാൻ ആദ്യം വാങ്ങിച്ചത് ലൈമാണ്. ഭയങ്കര ചൂട് നടന്നു വന്നതുകൊണ്ട് ലൈമാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഒരു മസാലപ്പൂരിയും വാങ്ങിച്ചു. അതാകുമ്പം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറങ്ങ് നിറയുമല്ലോ. എന്നിട്ടൊരു കോർണറിൽ പോയിരുന്നു കേട്ടോ. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ ലൈം കുടിക്കാമെന്ന് വിചാരിച്ചു. ലൈം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണെന്നൊന്നും പറയാനില്ല. സാധാ ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ വെയിലത്ത് നടന്നു വന്നതുകൊണ്ട് തന്നെ അത് കുടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നി. പിന്നെ ഞാൻ മസാലപ്പൂരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് കിട്ടുന്ന ടൈപ്പ് ഓഫ് മസാലപ്പൂരി അല്ലായിരുന്നു. കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു, കുറച്ച് എരിവുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം. നമ്മൾ ഓർഡർ ചെയ്ത് സാധനം വാങ്ങി ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. ചില സമയങ്ങളിൽ ഇവിടെ പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റർടൈൻമെൻറ്റിന് ഉണ്ടാവാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്, ഇവിടെ ഇരുന്നിട്ട്. ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് പേര് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ശരിക്കും വേറെയും സാധനങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒറ്റക്കാണല്ലോ, ഓൾറെഡി വയറും നിറഞ്ഞു. അതുകൊണ്ട് ഞാൻ വേറൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല. നേരെ ഓട്ടോ വിളിച്ചാണ് കേട്ടോ പോയത്. വരുമ്പോൾ നടന്നിട്ടാണ് പോയതെങ്കിലും തിരിച്ച് പോകുമ്പോൾ ഇരുട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഹോസ്റ്റലിലെത്തി. നൈറ്റിലെ ഹോസ്റ്റലിലെ ഫുഡ് എന്തായാലും സ്കിപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ റൂമിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. ഹായ് ഗൈസ്, അപ്പം ഞാൻ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. വയറ് നന്നായിട്ട് ഫുള്ളായിട്ടുണ്ട്. ഞാൻ ആകെ മസാലപ്പൂരിയും പിന്നെ ലൈമും മാത്രമേ കുടിച്ചുള്ളൂ. അത് പിന്നെ മസാലപ്പൂരി ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ, നമ്മുടെ ഹെൽത്തിന് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് കഴിച്ചത്. പിന്നെ അത് കഴിക്കാൻ തോന്നി. ഈ ഡേറ്റ് സ്പൈസി ഫുഡൊക്കെ ഞാൻ കുറച്ചധികം കഴിക്കുന്നുണ്ട്, പക്ഷേ മസാലപ്പൂരി വന്നപ്പോൾ അതിൽ കുറച്ച് സ്പൈസി ആയിപ്പോയി. ബട്ട്സ് ഓക്കെ, ഞാൻ അത് കഴിച്ചു. പിന്നെ ഇന്ന് ഹോസ്റ്റലിൽ പൊറോട്ടയും ചിക്കനാണ് കേട്ടോ. സാധാരണ
സൺഡേകളിൽ ഇവിടെ പൊറോട്ടയും ചിക്കനാണ് ഉണ്ടാവാറ്. അപ്പോൾ അതെന്തായാലും ഇന്നത്തെ മിസ്സായിനെ കഴിക്കാനൊന്നും പറ്റൂല. പിന്നെ ഈ ലൊക്കേഷൻ വരുന്നത് പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴക്കാലയാണ്. ഇവിടുന്ന് നെക്സ്റ്റ് സ്റ്റോപ്പാണ്. അപ്പം എല്ലാവർക്കും വീക്കെൻഡിലൊക്കെ പോയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അതായത് നമുക്ക് ഏത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും അവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പം ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഞാൻ മാക്സിമം ഷോർട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോ ഭയങ്കര ലോങ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് മാക്സിമം ഷോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തതായിട്ട് പുതിയ കണ്ടൻ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.